ഖത്തറിനെതിരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന ഭീഷണിയുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിനെ ഖത്തറിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ഖത്തറിന് പിന്നാലെ യമനിലും ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നുണ്ട്. വടക്കൻ പ്രവിശ്യയായ അൽ ജൌഫിലാണ് ആക്രമണം നടന്നത്. 35 പേർ കൊല്ലപ്പെട്ടതായി ഹൂതി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിൽ 130 പേർക്ക് പരിക്കേറ്റു. ഗസയിൽ ഇന്നലെ 70 പേർ കൊല്ലപ്പെട്ടു. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, പ്രകോപനം തുടരുകയാണ്. ഇസ്രയേൽ ഇപ്പോഴിതാ വീണ്ടും ഖത്തറിനെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഖത്തറിൽ ഗസ മധ്യസ്ഥ രാജ്യമായ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ലോകവ്യാപകമായി പ്രതിഷേധമുയർന്നിരുന്നു. എന്നാൽ ഈ പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കാതെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വീണ്ടും ആക്രമണ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. അതായത് ഹമാസ് നേതാക്കളെ രാജ്യത്ത് നിന്നും പുറത്താക്കിയില്ലെങ്കിൽ ഇനിയും ആക്രമണം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. മാത്രമല്ല, ഹമാസ് നേതാക്കളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹായിക്കണമെന്നും നെതന്യാഹു ആവശ്യപ്പെടുന്നു. എന്തായാലും ഇത് ഖത്തർ വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഖത്തർ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം നെതന്യാഹുവിൻ്റെ ഈ തരത്തിലുള്ള നടപടികൾ ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തും എന്നുള്ള ഒരു പ്രതികരണമാണ് ഖത്തർ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങില്ലെന്നും ഖത്തർ വ്യക്തമാക്കുന്നു. ഈ നെതന്യാഹുവിൻ്റെ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ മുന്നറിയിപ്പ് മേഖലയെ ഒന്നാകെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ഖത്തർ ഹമാസിന് വേദിയൊരുക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ അഭയം നൽകുന്നത്, ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് തുറക്കുന്നത് അമേരിക്കയുടെ കൂടെ താല്പര്യപ്രകാരമാണ്. അമേരിക്കയാണ് ഹമാസുമായി ചർച്ചയ്ക്ക് വേണ്ടി ഖത്തറിൽ ഒരു ഓഫീസ് തുറക്കാൻ ഖത്തറിനോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെയാണ് നെതന്യാഹു ഇത്തരത്തിൽ ഒരു ഭീഷണി മുഴക്കുന്നത്. മാത്രമല്ല, ഈ ഖത്തറിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് തൻ്റെ അതൃപ്തിയും ദേഷ്യവും നെതന്യാഹുവിനെ നേരിട്ട് വിളിച്ച് അറിയിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഈ നേരത്തെ അറിയിക്കാത്തത് അമേരിക്കയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് ഉണ്ടായത് എന്നുള്ള ഒരു ആരോപണമാണ് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് അറിയിക്കാൻ ഒരു സമയം ലഭിച്ചില്ല എന്നുള്ള മറുപടിയാണ് നെതന്യാഹു നൽകുന്നത്. അതായത് ട്രംപിൻ്റെയോ അമേരിക്കയുടെയോ വാക്കുകൾക്ക് പോലും വില നൽകാതെ ഏകപക്ഷീയമായ നടപടികളാണ്, ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് എന്നുള്ളത് വളരെയധികം വ്യക്തമായിരിക്കുകയാണ്. അതായത് ട്രംപിൻ്റെയോ അമേരിക്കയുടെ അതൃപ്തികൾക്ക് ഇപ്പോൾ ഇസ്രായേൽ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഖത്തറിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ യമനിലും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. 35 പേരാണ് അൽ ജൗഫിലുണ്ടായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ 6 രാജ്യങ്ങളിലാണ് ഇസ്രായേൽ ഈ തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗസയിലെ ആക്രമണം അതിരൂക്ഷമായി തുടരുകയും ചെയ്യുകയാണ്. ഇന്നലെ മാത്രം 70 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ശരി, ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഫൈസൽ സൂചിപ്പിച്ച പോലെ അമേരിക്കയുടെയോ ഡൊണാൾഡ് ട്രംപിന്റെയോ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ ഇപ്പോൾ ഗസയിലും യമനിലും ആക്രമണം തുടരുകയാണ്. ഖത്തറിനെ വീണ്ടും ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ.